ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ 41 ദിവസത്തിനിടയിലെ കുടുംബത്തിൽപ്പെട്ട ആര് തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അതിന്റെ ദോഷം വ്രതം അനുഷ്ഠിക്കുന്ന കുട്ടിക്കായിരിക്കുന്നു. ഞാനും നീയും ചിന്തിക്കുന്നത് പോലെ കുടുംബത്തിലെല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ മറിച്ചുള്ള അഭിപ്രായക്കാര് വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ. അവര് ചെയ്യുന്ന പ്രവർത്തികൾ പഴച്ച വ്രതമെടുക്കുന്ന കൃഷ്ണമോൾക്ക് തന്നെയാണ് ദോഷം. അല്ലമ്മേ, കൃഷ്ണമോള് ആരാ കൃഷ്ണമോള്? അല്ല, കൊറേ നാളായി അമ്മയെ ഏട്ടനൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിച്ചാൽ അറിയാം അത് ഏതോ രഹസ്യത്തിന്റെ കൈമാറ്റമാണെന്ന്. അല്ലമ്മേ, ഇതെന്താ നമ്മുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റി ഇത്രമാത്രം രഹസ്യം? ഏട്ടനറിയാമെങ്കിൽ ഏട്ടൻ പറഞ്ഞാ മതി. അതിപ്പം ഞാനെന്ത് പറയാനാ? ആരായി വ്രതം എടുക്കുന്ന കൃഷ്ണ? അല്ല, നവീന്റെ ഭാര്യയുടെ പേര് ഗാദി എന്നല്ലേ? അത് പിന്നെ അല്ല, നിനക്ക് എന്താ നിർമ്മല അറിയേണ്ടത്? വ്രതം എടുത്തോണ്ടിരിക്കുന്നത് കൃഷ്ണയാണെന്ന് അമ്മ പറഞ്ഞല്ലോ. അതുകൊണ്ട് അമ്മ എന്താ ഉദ്ദേശിക്കുന്നെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. എത്തി നോക്കാൻ പഠിച്ചാ പോരാ. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് മുഴുവനായി കേട്ടിട്ട് വേണം പ്രതികരിക്കാൻ. നന്ദ, ഇവിടെ വ്രതം എടുക്കുന്ന കൃഷ്ണയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. വാഴപ്പുള്ളി തറവാട്ടില് ഇതിനു മുൻപ് സർപ്പപ്രീതിക്ക് വേണ്ടി ചടങ്ങ് നടന്നപ്പോ അവിടെ വ്രതം എടുത്തിരുന്നത് കൃഷ്ണ എന്ന പെൺകുട്ടിയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ടിപ്പം ഇവള് പറയുന്ന എന്താ? അമ്മയത് കാര്യാക്കണ്ട. ഭ്രാന്ത് പിടിച്ച പോലെയാണല്ലോ അവളുടെ പെരുമാറ്റവും ചോദ്യങ്ങളൊക്കെ. ആ ഭ്രാന്ത് നേരാവണ്ണം ചികിത്സിപ്പിക്കാൻ എനിക്കറിയാം. ഇനി എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ അതിന് ഞാൻ താമസിക്കില്ല. മനസ്സിലായോ? നാഗദോഷം വാങ്ങിച്ചു വെക്കുന്നവർക്ക് ആ ഒരു ജന്മം മാത്രമല്ല, അടുത്തടുത്ത പരമ്പരകൾ വരെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടേയിരിക്കണം. നീയും നിന്റെ മോളും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിൽ പൂജകൾക്കൊരു വിഘ്നം ഉണ്ടായ നിർമ്മലെ, ഇത്രയും നാള് നിന്നോട് ക്ഷമിച്ചതുപോലെ അത് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ പറഞ്ഞ കേട്ടല്ലോ. അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീയായിട്ട് തന്നെ കളരിക്കൽ നിന്നോ പുറത്തേക്ക് നിനക്കുള്ള വഴിവിട്ടും. തൽക്കാലം അവളുടെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ അവളായതുകൊണ്ട് ഇതിന്റെ ബാക്കി തെരഞ്ഞുകൊണ്ടേയിരിക്കുമേ. കേൾവിയിലും കാഴ്ചയിലും ആരെ അതിശയിപ്പിക്കും നിർമ്മല. സംസാരമൊക്കെ സൂക്ഷിച്ചു മതി.